ഹലോ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തോരനും അതേപോലെ ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൊതിച്ചോറ് പൊതിയാൻ വേണ്ടി ഇലയും തപ്പി നടക്കുവാണ്. അപ്പം പൊതിച്ചോറ് ഉണ്ടാക്കാൻ ഞങ്ങളത് തോരന് മധുരശ്ശേരിയാണ് എടുക്കാൻ പോകുന്നത്. 2-3 സ്ഥലത്തായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ടെല്ലാം പറിച്ചെടുത്ത് സെറ്റ് ചെയ്യാൻ പോവാണേ. ഇത് കുറച്ച് ഉപ്പും കല്ലുപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. തോരനുണ്ടാക്കാനാണ്, ചോറിന്. ഓക്കെ, കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 2-3 ഇച്ചിരി നേരം വെള്ളത്തിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി ഇതൊന്ന് വെള്ളം ആറാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ്. ഇച്ചിരി സമയം എടുക്കും അരിഞ്ഞെടുക്കാൻ, കുറേ ഉണ്ട്. ഇത് അരിയുമ്പോഴേ നമ്മൾ പഴമക്കാർ പറയും, ഇത് ഇരുമ്പില്ലേ, ഇരുമ്പുള്ള സാധനം കൊണ്ട് അരിഞ്ഞെടുക്കരുതെന്നാണ് പൊതുവെ പഴമക്കാർ പറയുക. അപ്പം ഇതിൻ്റെ സത്ത് പോകുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് നമ്മളെ സ്റ്റീലിൻ്റെ കത്തി കൊണ്ടാണ് ഇപ്പം അരിയുന്നത്. പണ്ടൊക്കെ എല്ലാവരും ഇത് കൈ കൊണ്ട് ജസ്റ്റ് ചെറിയ പീസാക്കി അല്ലെങ്കിൽ കട്ട് ചെയ്ത് മുറിച്ചിട്ടാണ് തോരൻ വെച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇരുമ്പിൻ്റെ കത്തിയല്ല, ഇതിന് പകരം സ്റ്റീലിൻ്റെ കത്തി എടുത്തിട്ടാണ് ഞാനിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് തോരന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ, ഒരുപാട് തേങ്ങ ഇടുന്നില്ല, കുറച്ച് തേങ്ങയുള്ളൂ. ഒത്തിരി തേങ്ങയൊക്കെ നമുക്ക് തോരൻ്റെ ടേസ്റ്റ്, ഇലയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇടുന്നുള്ളൂ. പിന്നെ അതേ ഒരു പച്ചമുളകുണ്ട്. പിന്നെ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഒന്ന് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി, തേങ്ങ തിരുമ്മി റെഡിയാക്കി വെച്ചില്ലേ പച്ചമുളക് കൂടി ആയിട്ട്, അതും കൂടി ഇട്ട്, വേറെ ഒന്നും ഇടണ്ട. ഈ 3 സാധനമേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കാം. നന്നായിട്ട് ചൂടായപ്പോൾ നമ്മൾ കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ചീരയില ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് സമയമൊന്നും വേകണ്ട. ഇലക്കറി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ്, ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചാൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം നമ്മൾ കടുക് എണ്ണയും കറിവേപ്പിലയും കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ മതി, ഇല്ലേ പെട്ടെന്ന് അടുക്കി പിടിക്കുകയും ചെയ്യും. ഇനിയൊന്നും വേണ്ട, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. മാക്സിമം ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തോരൻ റെഡിയായി കിട്ടും. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാവേ. 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അടി പിടിക്കാതിരിക്കാനേ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നാമത് സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയും കൂടെയാണ്, പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനിത് 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കിയിടുന്നുണ്ട്. ഇലയുടെ പച്ചമണം മാറുമ്പോൾ തന്നെ നമുക്കത് മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആയിട്ടില്ല, അടിയിൽ പിടിക്കാതിരിക്കാൻ ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടെന്നേ ഉള്ളൂ. നമുക്ക് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. തോരൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മണമൊക്കെ മാറി ഇലയുടെ കളറും
നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. കുഴഞ്ഞു പോവാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വേണേൽ ഒന്ന് അടച്ച് വയ്ക്കാം, അല്ലെങ്കിൽ വേറെ പാത്രത്തിലോട്ട് വേണേൽ മാറ്റാം. അപ്പോൾ ഇത് ഇച്ചിരി നേരം കൂടെ തീ ഓഫ് ചെയ്ത് ഞാൻ ഇങ്ങനെ തന്നെ അടച്ച് വയ്ക്കുവാണ്. അപ്പോൾ ഹെൽത്തി അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. മീൻകറി ഇവിടെ റെഡി ആകുന്നുണ്ട്. ആവോലിക്കറിയാണ്, തേങ്ങ അരച്ച് വെച്ച ആവോലിക്കറിയാണ്. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ മീൻകറിയും സെറ്റാണ്. കറിയിൽ കടുക് ഇറക്കുവാണ്. ഇനി അടുത്തത് നമ്മളെ മീൻ വറുത്തതാണ്. വറുത്തതെന്ന് പറയാൻ പറ്റില്ല, ഡീപ്പ് ഫ്രൈ അല്ല. ആദ്യം വേവിക്കുമ്പോൾ കുറച്ച് എണ്ണയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നതാണ്. ഒരുപാട് നേരം ഡീപ്പ് ഫ്രൈ ചെയ്യത്തില്ല. മീൻ വേകാനുള്ള സമയം മാത്രമേ നമ്മൾ ഇത് വയ്ക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ നോർമലായിട്ട് മീൻ മറക്കുന്ന പോലെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീനിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റ് നഷ്ടപ്പെടുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് പൊരിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നത്. അടുത്തത് മത്തി വരട്ടിയതുണ്ട് കേട്ടോ, സ്പെഷ്യലായിട്ട്. കുഞ്ഞിമത്തിയാണ്. കുരുമുളകാണ് മെയിനായിട്ട് ചേർത്തിരിക്കുന്ന എരിവിന്. മുളക് പൊടി കുറച്ചേ ഉള്ളൂ. ഇതേ ഇങ്ങനെ കറിവേപ്പിലേക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുവാണ്. ഇതാണ് അടുത്ത ഐറ്റം. കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഇച്ചിരി കൂടെ കുരുമുളക് പൊടി ചേർക്കുക കേട്ടോ, കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട്. പൊതിച്ചോറിൻ്റെ എല്ലാ വിഭവവും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊതിച്ചോറ് ഒന്ന് പൊതിയാം. ആദ്യമായിട്ട് ഞങ്ങൾ ചോറിടാൻ പോവാണ്. ഞങ്ങളിവിടെ പൊന്നി അരിയാണ്, വൈറ്റ് റൈസാണ് കേട്ടോ ചോറിന് എടുക്കുന്നത്. പൊന്നി അരി ചോറ്. ഇനി അടുത്തായിട്ട് ഇതേ മത്തി കുരുമുളക് ഇട്ട് വരട്ടിയതാണേ, കണ്ട. ഇനി അടുത്തത് മറ്റൊരു മീൻ ഫ്രൈ തന്നെയാണ്, ആവോലി വരട്ടിയത്. തോരൻ വെച്ചിട്ടുണ്ട്, മധുരച്ചീര തോരനാണ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഡിഷായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കുഴയാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത മീൻകറി ഒഴിക്കാൻ പോവാണ്. തേങ്ങ അരച്ച മീൻകറിയാണ്. ഇനി അടുത്തത് ഇച്ചിരി ചമ്മന്തി ഉണ്ട്. ഇനി നമുക്ക് ഇച്ചിരി പുളിങ്കറി കൂടെ വെച്ച് നോക്കാം. ഓണത്തിന് ഉണ്ടാക്കിയതാണ്, ബാക്കിയുണ്ട്. ഇനി ഇത് ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ്. ഓക്കെ, നമ്മുടെ പൊതിച്ചോറിൽ എല്ലാ ഐറ്റവും ആയിട്ടുണ്ട്. ഒരുപാട് ഐറ്റമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഡെയിലി വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വിചാരിച്ചാണ്. നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച തോരനാണ്. തോരൻ ചമ്മന്തി ആണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതിപ്പം പൊതിച്ചോറിൽ എല്ലാ ഐറ്റവും അതേ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പൊതിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഐറ്റമൊന്നുമില്ല, നമ്മൾ ഒരു ദിവസം വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നമ്മൾ പൊതിച്ചോറ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിത് മടക്കാം. നമ്മെല്ലാം പൊതിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ചോറ്. ഇനി നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് ഊണുകാലാകുമ്പോൾ കഴിക്കാം. പൊതിച്ചോറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊതിച്ചോറ് കഴിക്കാൻ പോവാണേ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ തട്ടിക്കൂട്ടി ഒരു പൊതിച്ചോറ് ചെയ്തതാണ്. ഈ ചമ്മന്തിയൊക്കെ മാറ്റി വയ്ക്കാം. തോരൻ, അച്ചാർ ഇവിടെ ഉണ്ട് കേട്ടോ, എല്ലാം കാണാൻ പറ്റുന്നില്ല. മീനുണ്ട്, മീൻ വറുത്ത മീൻ കറിയുണ്ട്. കറിയിലെ മീൻ കഷ്ണം മാറ്റി വയ്ക്കാം. മത്തിയും. അപ്പം നമുക്കിനി എല്ലാം കൂടെ ഒന്ന് കഴിക്കാം. തോരനും അച്ചാറൊക്കെ വെച്ചാൽ നമുക്ക് ആദ്യം ഒന്ന് കഴിക്കാം.
അതിൻ്റെ ഇലയൊക്കെ പെട്ടെന്ന് കാലിയായിട്ടുണ്ട്. ഇനി ഇതിലൊന്നും ബാക്കിയില്ല, 2 മീൻമുള്ള് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.